ഇപ്പൊ നമ്മൾ കൂടുതലും കാണുന്ന ഒരു സംഭവം അതെ അൺബോക്സ് ചെയ്യാനായിട്ടോ നമ്മൾ പോണത്. പേജ് ആയാലും കുറെ ദിവസമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ സംഭവം വേറെ ഒന്നല്ല, മറ്റേ പൂളില്ലേ അതാണ് കേട്ടോ. അപ്പൊ അത് അൺബോക്സ് ചെയ്യാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ, അത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാന്നൊന്നും. പിന്നെ ഇതിൽ എയർ അടിക്കാനുള്ള പമ്പുള്ള കാരണം നമുക്ക് കുറച്ച് എളുപ്പമാണ് ടയറൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കൂട്ടാ ഫുള്ളായിട്ട് ടയർ ഫില്ല് ചെയ്ത് വരണമെങ്കിൽ. അപ്പൊ ഇത് ഇങ്ങനെയാട്ട വരിക. അപ്പൊ 2 ഹോൾ ഉണ്ട്, അതിലേക്ക് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണം എന്നില്ല കേട്ടോ. എനിക്ക് ഇതിന്റെ സെറ്റിങ്സ് അറിയാത്ത കാരണം കുറച്ച് നേരം ഞാൻ അങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിങ്ങനെ നിലത്ത് വെച്ചപ്പോൾ തന്നെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത്രയും സ്പേസ് ഇല്ലേ. പക്ഷേ ഇതേ ഒരു ലെയർ ആയപ്പോൾ തന്നെ തേജുവിൻ്റെ കൺട്രോൾ പോയി തുടങ്ങി. ഒരു ലെയർ ആക്കിയാൽ മതി അവന് കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റേ ഒരു ലെയറും കൂടി ഇതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ അതാക്കിയിട്ടുണ്ടായിരുന്നില്ല. 1 ലെയർ ആയപ്പോൾ തന്നെ തേജു കയറി വെള്ളമൊക്കെ തുറന്നിട്ടിട്ട് ഇതേ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. നമുക്ക് ചെറിയവർക്ക് മാത്രമല്ല വലിയവർക്കും ഇരിക്കാൻ പറ്റും. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇതേ കാലിട്ടിരിക്കാൻ മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം കുറച്ചും കൂടി ഹൈറ്റിൽ വെള്ളം ആയാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. തേജ് പിന്നെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അപ്പുറത്ത് ഇതേ ഇങ്ങനെ കാലിട്ടിരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻചേട്ടൻ വന്നിട്ടും വിനിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരം കളി തന്നെയായിരുന്നു. വിൻചേട്ടനും അതേട്ടാ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റ ചാട്ടാട്ട അതിലേക്ക്. പിന്നെ കുറേ നേരത്തേക്ക് ഇത് അച്ഛനും മോയും കൂടിയിട്ട് നല്ല കളിയായിരുന്നു കേട്ടോ. ശരിക്കും പറയാച്ച ഇതിന്റെ ബാക്കി ലെയറിലും കൂടിയും എയർ ഫില്ല് ചെയ്യാച്ച കുറച്ചും കൂടി രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ ഇവൻ തൊരം തരാത്ത കാരണമാണ് ഞാനത് ഇങ്ങനെ നിർത്തിയത് കേട്ടോ. പിന്നെ ജിഷ്ണേട്ടൻ ഇതേ ജോലി കഴിഞ്ഞ് പോകുമ്പോഴും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജിഷ്ണേട്ടനും വന്നിട്ട് വിൻചേട്ടനെ ഭയങ്കര കളിയാക്കലായിരുന്നു കേട്ടോ. പിള്ളേരെയൊക്കെ അക്രമാലൊന്നും പറഞ്ഞിട്ട്. അങ്ങനെ കുറേ നേരത്തെ കളിക്ക് ശേഷം എല്ലാ എയറൊക്കെ കളഞ്ഞ് ഇതൊക്കെ മടക്കി ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ വേഗം ഡ്രസ്സ് മാറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കണത്. കാരണം നമ്മുടെ ഉണ്ണിയുടെ 56 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ബാഗിലും സാധനങ്ങളൊക്കെ ആക്കി പിന്നെ തേജോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. 56ന്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്സ്. പക്ഷെ ലോങ് വീഡിയോ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുള്ളൂ. കുറച്ച് തിരക്കിലായ കാരണം അപ്ലൈ ഇടുള്ളൂ കേട്ടോ. പിന്നെ അച്ഛനും മിൻചേട്ടനും കൂടിയിട്ട് ഇതേ വണ്ടി അപ്പുറത്ത് കൊണ്ടിടാൻ പോവുകയാണ്. പിന്നെ കിരണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജ് ഇതേ ചെറിയ രീതിക്ക് ഹോളിൽ തന്നെയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിച്ചക്ക അതേ ചെറിയൊരു ഉറക്കത്തിലായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മുടെ തേജു എന്തോ പറഞ്ഞപ്പോൾ ആ ഉറക്കത്തിൽ ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിങ്ങനെ ചിരിക്കണത് കാണണത്. പിന്നെ അതേ അമ്മ അതേ തേജുവിന്റെ ബാക്കിൽ മുടി വളർന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മ ഉണ്ടെങ്കിൽ എപ്പോഴും എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾക്ക് ചെത്തി തരും കേട്ടോ. അതുപോലെ അതേ മാങ്ങ ചെത്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിരുന്ന് കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. പിന്നെ തേജുവിന് എന്തേ ഷേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ലഹള കേട്ടിട്ട് അത് തുടങ്ങുന്നു കേട്ടോ. ആളെ ഉറക്കത്തുനിന്ന് എന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കളിപ്പിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പൂളിന്റെ ലിങ്ക് ഉണ്ടല്ലോ ഫസ്റ്റ് കാണിച്ചത്, അതിന്റെ ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.